കേരളത്തിൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഒരു ബിസിനസ് സ്ഥാപനത്തിനേക്കാൾ തരംതാഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. കാരണം ഇടയ്ക്ക് ആരോഗ്യമന്ത്രി പറഞ്ഞു ആംബുലൻസ് ഡ്രൈവർമാർക്ക് 10,000 രൂപ വരെ പടി കൊടുത്താണ് ആശുപത്രികൾ രോഗികളെ എത്തിക്കുന്നത്. അതിനേക്കാൾ നികൃഷ്ടമായ രീതിയിലാണ് പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. പല പ്രൈവറ്റ് ആശുപത്രികളിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ PRS ആശുപത്രിയിൽ പല ആശുപത്രികൾ, ഉദാഹരണത്തിന് PRS പറഞ്ഞത്, ചില രോഗികൾ മരണപ്പെട്ടതിന് ശേഷം അവർ കൊടുക്കാനുള്ള കാശിന് വേണ്ടി ആ ബോഡി അവിടെ സൂക്ഷിച്ച് 1 ദിവസവും 1.5 ദിവസവും സൂക്ഷിച്ച് അവർ വീട് പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ഷൻ എടുത്ത് ആ പൈസ കൊണ്ടുപോയിട്ടുണ്ട്. ആ ബോഡി പിന്നെ മോർച്ചറിയിലും തിരിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഇത്ര പെർസെൻറ്റേജ് ഫ്രീ ആയിട്ട് ചികിത്സ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആശുപത്രികളിൽ പോലും ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ പാടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടാൽ ഈ കിംസ് ആശുപത്രിയെ പോലെയൊക്കെ ആശുപത്രികളിൽ പാർട്ട് ബില്ലായിട്ട് ഇടക്കാലങ്ങൾ കൊടുത്തു തുടങ്ങുന്നു, അടയ്ക്കുന്നു. പക്ഷേ 1 ലക്ഷമോ 1.5 ലക്ഷമോ 2 ലക്ഷമോ പെൻഡിങ് ആയി കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കാതെ ആ ബോഡി വിട്ടുകൊടുക്കില്ല. അത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം. ഇതിനും പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ അവയവദാന കാര്യങ്ങളിൽ ഈ അവസ്ഥയിലോട്ട് വളരെ ക്രമാധീനമായ നല്ല രീതിയിൽ കേരള ആരോഗ്യത്തിൻ്റെ വകുപ്പ് മുമ്പോട്ട് പോകുമ്പോഴേക്കും ഇവിടുത്തെ ഈ യഥാർത്ഥത്തിൽ ഈ അധപ്പതനത്തിൻ്റെ ഭാഗത്തിലേക്ക് പ്രൈവറ്റ് ആശുപത്രികൾ സർക്കാരിന് മുട്ടുകുത്തിക്കുകയാണ്. പല ഭാഗങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഈ സർക്കാർ ആശുപത്രികളെ തകർക്കാൻ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രികളിൽ മുമ്പ് സ്ഥിരമായി പല സ്കാനിങ് മെഷീനുകളും സ്ഥിരമായി തകരാറ് പറ്റിക്കുന്നൊരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. പ്രൈവറ്റ് മേഖലകളിൽ കൂടുതൽ ടെസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടുവന്ന സംഭവമാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി, സർക്കാർ ഒരുപാട് മാറ്റി. അതുകൊണ്ട് സർക്കാർ തലങ്ങളിൽ പൂർണ്ണമായും പരാജയമുണ്ടാക്കാൻ, ആരോഗ്യമേഖലയെ തകർക്കുവാൻ പ്രൈവറ്റ് ആശുപത്രികൾ ശ്രമിക്കുന്നു, പ്രൈവറ്റ് ആശുപത്രിയുടെ മാഫിയകൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് 10,000 15,000 കൊടുക്കുന്നു എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിലുപരി ബോഡി എടുക്കാൻ പൈസ 50,000 രൂപയ്ക്ക് പോലും ബോഡി പിടിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം പ്രൈവറ്റ് ആശുപത്രിയെ കൊണ്ട് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അടിയന്തരമായിട്ട് ഇടപെടണം.